ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നമ്മൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം കഴിഞ്ഞ ആഴ്ച പഠിച്ച വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള വേദഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നമുക്ക് വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് വായിക്കാം. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രം എന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പി. താങ്ക് യു. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാസമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിന്റെ വചനത്തിന്റെ മുമ്പാകെ ഞങ്ങളായിരിക്കുന്നു. തിരുമേനിയുടെ സത്യവചനം ഞങ്ങളുടെ വഴികാട്ടിയാണ്. ആ വഴികാട്ടിയായ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ഈ വചനത്തിലൂടെ ഞങ്ങളോട് നീ സംസാരിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ധാരാളമായ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. ഇന്നത്തെ ഓരോ വാക്കുകളും ഞങ്ങൾക്ക് പ്രയോജനമുള്ളതായി മാറുവാൻ കർത്താവേ വരുത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കഴിഞ്ഞ ആഴ്ച നാം കണ്ടത് ഭാര്യമാർ ഭവനത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഭവനത്തിൽ ഭാര്യമാരുടെ നടപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണെന്ന് കഴിഞ്ഞ ആഴ്ച നാം കണ്ടത്. ഇന്ന് അതിൻ്റെ മറുവശമായ ഭർത്താക്കന്മാരുടെ ഭവനത്തിലെ കണ്ടക്ട്, അവരുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് കാണുവാനായി സമയമെടുക്കാം. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പി. ഇത് പഠിക്കുമ്പോൾ നമ്മൾ കൂടെ കാണുവാൻ പോകുന്ന വേദഭാഗം എഫെസ്യ ലേഖനം 5-ാം അധ്യായം 25 തൊട്ടുള്ള വാക്യങ്ങളും കൊലോസ് ലേഖനം 3-ാം അധ്യായം 19 തൊട്ടുള്ള വാക്യങ്ങളുമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരുവാനായി ആഗ്രഹിക്കുക. നമ്മൾ ഭർത്താവ് എന്നുള്ള ആ പദം നമ്മൾ നോക്കുമ്പോൾ ഒരു ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റനാണ് ഏറ്റവും പരമപ്രധാനമായ ആ ഉത്തരവാദിത്വമുള്ളത്. ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റൻ വളരെയധികം പ്രാധാന്യമുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു വ്യക്തിയാണ് കുടുംബത്തിലെ ഭർത്താവ്. അതുകൊണ്ടാണ് ഗൃഹനാഥൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഹി ഈസ് ദ മാനേജർ ഓഫ് ദാറ്റ് ഹൗസ് ഹോൾഡ്. അപ്പം റോമൻ കൾച്ചർ അനുസരിച്ച് നമ്മൾ എഴുതുന്ന സാഹചര്യം കൂടെ അല്പം നോക്കണം. വൈഫ് ഷുഡ് ഫോളോ ദ ഹസ്ബൻഡ്സ് റിലിജിയൻ. വിശ്വാസിയായ ഒരു ഭർത്താവിന്റെ റിലിജിയനിലേക്ക് ഭാര്യ വന്നേ ഒക്കത്തുള്ളൂ. അതാണ് അവിടുത്തെ നിയമം. അത് പൊതുവെയുള്ള നിയമം. അങ്ങനെയുള്ള ഭർത്താക്കന്മാര്, അല്ലെങ്കിൽ കോമൺലി നമുക്കെല്ലാം പൊതുവെ പറയാം, ഭർത്താക്കന്മാരെ എങ്ങനെ ഭവനത്തിൽ അവരുടെ ആ പൊസിഷൻ കീപ്പ് ചെയ്യണം, ഇതാണ് നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത്. ദി ഹസ്ബൻഡ് ഷുഡ് കെയർ ഹിസ് വൈഫ് ഫോർ സെവറൽ റീസൺസ്. പല കാരണങ്ങൾ കൊണ്ടാണ് ഭാര്യയെ കെയർ ചെയ്യേണ്ടത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഹി ഈസ് ദ ക്യാപ്റ്റൻ. ക്യാപ്റ്റന്റെ ഡിസിഷനാണ് ഏറ്റവും പരമപ്രധാനമായ വസ്തുത. ഒരു ഷിപ്പ്, പ്രത്യേകിച്ച് ഭയങ്കര റഫായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ, ഈ അടുത്തിടയ്ക്ക് ഞങ്ങളുടെ ഒരു സ്നേഹിതൻ ഒരു ക്രൂസിന് പോയി തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, ഏതാണ്ട് 6-7 ആൾ ഉയരത്തിൽ തിരമാലകൾ അടിക്കുമ്പോൾ
അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനമെടുക്കുന്നത് ഭർത്താവാണ്, ക്യാപ്റ്റനാണ്. അതുപോലെയാണ് ട്രബിൾസം സീയിലൂടെ പോകുന്നത് പോലെ കുടുംബങ്ങളും പോകുമ്പോൾ പ്രധാനപ്പെട്ട തീരുമാനം കൈക്കൊള്ളേണ്ട വ്യക്തി ഹസ്ബൻഡാണ്, ഭർത്താവാണ്. ഭർത്താവിന്റെ പ്രാധാന്യം വളരെയാണ്. ഇത് മാനേജ് ചെയ്യേണ്ടുന്ന വിഷയം. അതുപോലെ തന്നെ ട്രബിൾസം ഫ്ലൈറ്റിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ ഭയങ്കരമായ റഫായിട്ടുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ക്യാപ്റ്റന്റെ തീരുമാനം വളരെ പ്രാധാന്യം. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. അതുപോലെയാണ് കുടുംബത്തിന്റെ ക്യാപ്റ്റനാണ് ഭർത്താവ്. കർത്താവാണ് പരമപ്രധാനമായ വ്യക്തി. എന്നാൽ കർത്താവിന് കീഴെയാണ് ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭർത്താവ്. The husband should do everything possible to foster the spiritual life of home. നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന അങ്ങനെ കുടുംബത്തിലെ ആത്മീയമായ ആ അന്തരീക്ഷം നിലനിർത്തുന്നുണ്ടെന്ന ചുമതല ഭർത്താവിന്. വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വസ്തുതയാണ് ഹസ്ബൻഡിന്റെ റെസ്പോൺസിബിലിറ്റി. നമുക്കത് കാണുവാൻ സമയമെടുക്കാം. ഹാർഷ് തിങ്കിങ് അല്ലെങ്കിൽ അൺതിങ്കിങ് ഹസ്ബൻഡ്, ഹാർഷായിട്ട് വളരെ ബുദ്ധിശൂന്യമായ വളരെ ധൃതഗതിയിലുള്ള തീരുമാനങ്ങൾ, ചിന്തിക്കാത്ത തീരുമാനങ്ങൾ could cause hindrance to the family. കുടുംബത്തിന്റെ ആത്മീയമായ മുന്നേറ്റത്തിന് തടസ്സം നിൽക്കാം എന്നാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അൺതിങ്കിങ് ഹസ്ബൻഡ്. അപ്പം ഒരു ക്യാപ്റ്റൻ ഉള്ളതുപോലെ അല്ലെങ്കിൽ ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കുന്ന ഒരു മാനേജർ ഉള്ളതുപോലെ ഉള്ള ഒരു പദവിയാണ് ഹസ്ബൻഡ് ഉള്ളത്. നമ്മൾ ആ ഭാഗത്തേക്ക് പോകാം. അങ്ങനെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. ഇവിടെ സഹോദരിമാരെ കുറിച്ച് പറയുന്നത് ബലഹീന പാത്രമെന്ന്. വീക്കർ വെസൽ, സ്ക്യൂവാസ് എന്നുള്ള പദമാണ് വീക്കർ വെസൽ. ഈ വീക്കർ വെസൽ മനുഷ്യ ജീവിതത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ വെസൽ എന്നാണ് വിളിക്കുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കൃപയുടെ അത്യന്ത ധനം നമ്മുടെ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുക. അപ്പോൾ സഹോദരന്മാരും അല്ലെങ്കിൽ ഭർത്താക്കന്മാരും ഒരു വെസലാണ്. പക്ഷെ പ്രത്യേകമായി പറയുന്ന അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് they are weaker vessel. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ഏത് തരത്തിലാണ് ഇവർ വീക്കർ. നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയേണ്ടത് അവര് മോറലി സഹോദരന്മാരെ പോലെ തന്നെ ഭർത്താക്കന്മാരെ പോലെ തന്നെ ഈക്വലാണ്. മോറൽ സിറ്റുവേഷൻ, ധാർമ്മികമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സഹോദരിമാർ ഭർത്താക്കന്മാരെ പോലെയാണ്. ഇന്റലക്ച്വലി, ബൗദ്ധികമായി അവർ പുരുഷന്മാരെ പോലെയാണ്. സ്പിരിച്വലി they are equal to men. പിന്നെ ഏതിലാണ് ഈ ബലഹീനത? ഫിസിക്കലി ആണ് അവർ ബലഹീനമായ സാഹചര്യം നേരിടുന്നത്. കാരണം അവരുടെ ക്രിയേഷനാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, മോറലി അവർ ഈക്വൽ ടു മാൻ.
2, ഇന്റലക്ച്വലി they are equal to man. Spiritually equal to man. ഇന്റലക്ച്വലി ഈക്വൽ ടു മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം, നമ്മുടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ആ പൊസിഷനിൽ ഇരിക്കുന്നതിന് ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ്. നമ്മളുടെ ഇപ്പോഴത്തെ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഡയറക്ടർ ദിവ്യ അയ്യർ ആ സ്ഥാനത്തിരിക്കുന്നത് അവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ്. പുരുഷന്മാരെ പോലെ അത്ര കേപ്പബിൾ ആണ് സ്പിരിച്വൽ കാര്യങ്ങളിലും സഹോദരിമാർ. മോറൽ ഡിസിഷൻസ് എടുക്കുമ്പോഴും സഹോദരന്മാരെ പോലെ തന്നെ ഈക്വൽ ആണ് സഹോദരിമാർ. അപ്പൊ ഈ 3 ലെവലിലും സഹോദരന്മാരെ പോലെ തന്നെയാണ്. പക്ഷെ ഫിസിക്കൽ ലെവലിൽ ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഒരു തരത്തിലാണ്. അവിടെയാണ് വീക്കർ വെസൽ എന്ന് പറയുന്നത്. നമ്മളിപ്പം പാരീസിൽ ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഒളിമ്പിക്സില് പുരുഷ ഫുട്ബോൾ ടീമും സ്ത്രീകളുടെ ഫുട്ബോൾ ടീമും കൂടെ കോമ്പീറ്റ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതുപോലെ തന്നെ പുരുഷന്മാരും സ്ത്രീകളും കൂടെ 100 മീറ്റേഴ്സിലേക്ക് ഓടാൻ അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട്? ലോകത്തിന്റെ തത്വമാണ്. മനുഷ്യന്റെ ശരീരത്തെ, പുരുഷന്മാരുടെ ശരീരം സ്ട്രോങ്ങറാണ്. ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ ശരീരം വീക്കാണ്. ഇതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. ടെന്നീസിനകത്ത് നിങ്ങൾ കളി കാണുമ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ തമ്മിൽ കോമ്പീറ്റ് ചെയ്യത്തില്ല. സ്ത്രീകളും പുരുഷന്മാരും അല്ലെങ്കിൽ മിക്സ്ഡ്, ഒരു പുരുഷനും ഒരു സ്ത്രീയും, വേറൊരു പുരുഷനും വേറൊരു സ്ത്രീയും. ഇതാണ് ലോകത്തിന്റെ തത്വം. ഇതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് 98% കൺസ്ട്രക്ഷൻ വർക്കേഴ്സും പുരുഷന്മാരാണ്. ഹാർഡ് ലേബറാണ്. 88% പോലീസുകാരും ഞാൻ താമസിക്കുന്ന ഈ രാജ്യത്ത് പുരുഷന്മാരാണ്. കാരണം ഓടണം, ചാടണം, പിടിക്കണം, ചിലപ്പം ബലം പ്രയോഗിക്കണം, ഇവരെ കീഴ്പ്പെടുത്തണം. എന്നാൽ സ്ത്രീകളുണ്ട്. ബാക്കി 12% ഉള്ളൂ. 86% മിലിറ്ററി ആൾക്കാരും പുരുഷന്മാരാണ്. കാരണം ഇവിടെ എല്ലാം സ്ട്രെങ്ത് ആവശ്യം. ഈ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഞാൻ ഈ വിവരങ്ങൾ ശേഖരിച്ചത്. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിക്കണം. അപ്പോൾ ഭാര്യമാരോട് കൂടെ വസിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിവേകത്തോടെ വസിക്കണം. Do everything possible to foster the spiritual life of the home. വിവേകത്തോടെ വസിക്കണം. കാരണം സ്ത്രീകൾ ഹാൻഡിൽ വിത്ത് കെയർ. കുടുംബങ്ങൾ തകരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായി പുരുഷന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്ന ഒരു സ്ത്രീ. ഈ ഒരു തത്വം മനസ്സിലാക്കണം. പുരുഷന്മാർ എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കുമ്പോൾ അതുപോലെ എനർജറ്റിക് ആകത്തില്ല നമ്മുടെ സഹോദരിമാർ. അപ്പോൾ ഈ ഒരു തത്വം എൻ്റെ സഹോദരന്മാരായ എൻ്റെ കേൾവിക്കാർ മനസ്സിലാക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയ്ക്ക് ഇത് ഒരുപക്ഷെ നിങ്ങളെക്കാട്ടിലും മുന്നിലായിരിക്കും. ഇന്റലക്ച്വലായ ഒരു ഡിസിഷൻ വരുമ്പോൾ നിങ്ങളെക്കാളും നമ്മളെക്കാളിലും, എന്തിനാ നിങ്ങളെന്ന് പറയുന്നത്, നമ്മളെക്കാളിലും മുന്നിലായിരിക്കും അവർ. അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ
മോറലി ഒരു കാര്യം വരുമ്പോൾ നമ്മളെക്കാളും നല്ല തീരുമാനമാണ് അവർ എടുക്കാം. പക്ഷെ ഫിസിക്കലി നമ്മളെക്കാളും വീക്കാം. ഈ ഒരു കൺസിഡറേഷൻ എപ്പോഴും ഭവനത്തിൽ കൊടുക്കണം. പല സന്ദർഭങ്ങളിൽ അവർ വീക്കാകും. അതാണ് പറയുന്നത്, അവിടെ വായിക്കുന്നത്, വിവേകത്തോടെ അവരെ മനസ്സിലാക്കുവാനുള്ള കൃപ നമുക്ക് ദൈവം തരേണ്ടത് ആവശ്യം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും. അതുകൊണ്ട് വിവേകത്തോടെ നമ്മൾ പുരുഷന്മാർ ഭവനങ്ങളിൽ ഇടപെടേണ്ടതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൺകുട്ടികളെ വിവാഹം കഴിപ്പാനായി അവർ സമയമാകുമ്പോൾ അവരോട് ഈ കാര്യങ്ങൾ വിളിച്ച് പറയണം. അല്ലെങ്കിൽ ഏതെങ്കിലും കൗൺസിലിംഗ് സെന്റേഴ്സിൽ നിങ്ങൾ അയക്കണം. അവർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. നമ്മളിവിടെ പ്രത്യേകം കാണുന്നത് ഇവരെ ശരീരത്തിൽ ബലഹീനരാകുമ്പോൾ ടേക്ക് കെയർ. അവരെ സംരക്ഷിക്കണം. ശരീരത്തിന്റെ ആവശ്യങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കണ്ട് അറിഞ്ഞ് ചെയ്യണം. ഇതാണ് ഈ വാക്യത്തിന്റെ ഒറിജിനൽ മീനിങ്. ഞാൻ ഇതിൽ കൂടുതൽ ഞാൻ പറയുവാൻ ഈ ലൈനിൽ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഹാൻഡിൽ വിത്ത് കെയർ. ഭാര്യമാരോട് കൂടെ വസിച്ച് ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളൊന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പി. ബഹുമാനിക്കണം. ഓണർ. സഹോദരിമാർ, ഭാര്യമാരായ ക്രിസ്തീയ സഹോദരിമാർ ഈ ബഹുമാനം അർഹിക്കുന്നു. ഈ ബഹുമാനം അവർ ആഗ്രഹിക്കുന്നു. അവരെ ബഹുമാനിക്കണം. ബലഹീന പാത്രം, ഫിസിക്കലി ദേ ആർ വീക്ക്. അവർ ടയർഡായിട്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കണം. കുടുംബങ്ങളിൽ ഹെൽപ്പ് ചെയ്യണം. നമ്മളത് മറന്നു പോകരുത്. ഇല്ലെങ്കിൽ ഇൻ ടേൺ നമ്മുടെ സ്പിരിച്വൽ ലൈഫിലേക്ക് വരും. പത്രോസ് അതാ വളരെ വ്യക്തമായി പറയുന്നു. നമ്മൾ സഹകരണ മനോഭാവത്തോടുകൂടെ പോകാതിരുന്നാൽ നിത്യതയിൽ അത് എഫക്റ്റ് ആവും. നിത്യത ചെല്ലുമ്പോൾ അത് മനസ്സിലാക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മോട് കൂടെ, പുരുഷന്മാരായ സഹോദരന്മാരോട് കൂടെ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളായി നിൽക്കേണ്ടുന്നവരാണിവർ. അപ്പൊ മാരേജ് കഴിഞ്ഞ് ജീവിതമൊക്കെ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴും വി ആർ റെസ്പോൺസിബിൾ. ഇവിടുത്തെ ലൈഫ് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് പോലെ അവിടെയും ദൈവം കാണുന്നത് കൂട്ടവകാശികളെന്ന്. അപ്പൊ ഈ ലൈഫ് എത്ര പാവനമായിട്ടാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടതാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം, നമ്മുടെ സഹോദരിമാരായ ഭാര്യമാർ ബഹുമാനം അർഹിക്കുന്നു. ഓണർ, അണ്ടർസ്റ്റാൻഡ്. പ്രിയമുള്ളവരെ, ഞാൻ ആ ഭാഗത്തേക്ക് വരാൻ പോവുകയാണ്. യൗവനത്തിലെ ഭാര്യ കുറെ കഴിയുമ്പോൾ തൊലി ചുളുങ്ങും, സൗന്ദര്യം കുറഞ്ഞെന്നിരിക്കും, തലമുടി പൊഴിഞ്ഞെന്നിരിക്കും.
ചിലപ്പോൾ പഴയതുപോലുള്ള ചുറുചുറുക്ക് കാണത്തില്ലായിരിക്കാം. നിന്ദിക്കരുത്. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. എനിക്കറിയാം, ചില നാളുകൾക്ക് മുമ്പ് ഞാനൊരു പ്രെയർ ലൈനിൽ ഇവിടെ കയറി പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി എന്നോട് ചോദിച്ചു, നമ്പർ തരാമെന്ന്. പക്ഷെ പ്രായമുള്ളൊരു സഹോദരിയാണ്, അന്ന് 10-65 വയസ്സുണ്ട്. ആ സഹോദരി ചോദിച്ചു, നമ്പർ തരാമോ? ഞാൻ പറഞ്ഞു ശരി തരാം. ഞാൻ ആര് വിളിച്ചാലും ഇങ്ങനെയുള്ള വിളികൾ എൻ്റെ ഭാര്യയും കൂടെ എടുത്തുകൊണ്ട് ഞാൻ സംസാരിക്കാറുള്ളൂ. ഞാനും ഭാര്യയും കൂടെ എടുത്തിരുന്നു. ആ ആൻറ്റി വിളിച്ചപ്പോൾ കാരണം എൻ്റെ 32 വയസ്സുള്ള ഒരു മകളുണ്ട്, അവളുടെ വിവാഹം നടന്നിട്ടില്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു വന്നോണ്ടേ. ഈ സഹോദരിക്ക് ചില നാളുകൾക്ക് മുമ്പ്, ഞാൻ പറയുന്നതിന് സംസാരിക്കുന്നതിന് ചില നാളുകൾക്ക് മുമ്പ് മാരകമായൊരു ക്യാൻസർ വന്ന് അക്യൂട്ടായിട്ട് വിഷമിച്ച് കേസ് ആയി തീർന്നപ്പോൾ ഭർത്താവ് ഈ സ്ത്രീയെ ഉപേക്ഷിച്ചു, വിട്ടുപോയി. ഞങ്ങളുടെ ഇവിടെ നടന്ന സംഭവം. അങ്ങനെ ഒരു സെപ്പറേറ്റഡായി. ആ സഹോദരിക്ക് വേറൊരു നിവൃത്തിയില്ല, മക്കളാണ് നോക്കുന്നത്. അദ്ദേഹം വേറെ ഒരു വിവാഹം കഴിച്ചു. ഇന്ന് വേറൊരു സ്ഥലത്ത് സുവിശേഷ വരെയാണെന്നാണ് പറയുന്നത്. വളരെ മാന്യമായി ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ആളിനെ കണ്ടിട്ടില്ല. എനിക്ക് ഈ സന്ധ്യാസമയത്ത് എൻ്റെ സഹോദരങ്ങളോട് പറയും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭാര്യമാർക്ക് ഒരുപക്ഷെങ്കിൽ സിക്കായെന്നിരിക്കും, ശരീരത്തിൽ വേദന ഉണ്ടായെന്നിരിക്കും. ബിക്കോസ് ദേ ആർ വീക്കർ വെസൽ. ഡോണ്ട് ഇഗ്നോർ ദം. കാരണം യു ആർ റെസ്പോൺസിബിൾ ടു ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ നിന്ന് താൽക്കാലികം രക്ഷപ്പെട്ടാലും ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോൾ കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം വിവാഹം അത്ര പാവനമായിട്ടാണ് ദൈവം വച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ശരീരം ബലഹീനമായാലും സിക്കായാലും ഒരുമിച്ച് നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, കേട്ടോ, ഞാൻ ഭാര്യമാരോടും തിരിച്ചു പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ടേക്ക് കെയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഒരു കുടുംബത്തിലെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ദൗത്യം. ഞാൻ ആ ആൻറ്റിയുടെ ആ വാക്കുകൾ കണ്ടപ്പോൾ ഞാൻ അന്ന് രാത്രി ഉറങ്ങിയില്ല. ഇത്രയും ക്രൂരന്മാരായ മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. നടന്ന സംഭവം. നമ്മൾ നമ്മുടെ ഭാര്യമാരെ ബഹുമാനിക്കണം. കുടുംബജീവിതത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ബഹുമാനം കൊടുക്കുക. എല്ലാ രീതിയിലും സംസാരത്തിൽ ബഹുമാനം കൊടുക്കണം. എല്ലാ രീതിയിലും ഒരു പേഴ്സണാ, ഒരു വ്യക്തിത്വമാ. വേറൊരു വീട്ടിൽ നിന്ന് കടന്നു വന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് വന്നൊരു വ്യക്തിയാണ്. ഞാൻ എൻറ്റയർലി സഹോദരന്മാരോടാണ് സംസാരിക്കുന്നത്. പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നതല്ല, അടിമയല്ല. റെസ്പെക്ട്, ഗീവ് ഓണർ. ഫിസിക്കലി വീക്കാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇന്റലക്ച്വലി, മോറലി, സ്പിരിച്വലി സഹോദരന്മാരെ പോലെ തന്നെ ഈക്വലാണ്. ഞാൻ വ്യക്തിപരമായി പറയും, ഒരുപക്ഷെ സഹോദരന്മാരെക്കാളും മുന്നിലാണ് എന്ന് ഞാൻ പറയും. പക്ഷെ ഫിസിക്കലി വീക്കാണ്. അതാണ് ബലഹീന പത്രമെന്ന് പത്രോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ കർത്താവ് നോക്കുന്നത് എങ്ങനെയാണെന്നറിയാം?
കർത്താവിന്റെ മുമ്പിൽ മനുഷ്യ ശരീരത്തിൽ അവർ ബലഹീനമാണെങ്കിലും ഗലാത്യലേഖനം 3-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും കൂടെ കാണാം. ഗലാത്യലേഖനം 3-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. എന്നാൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ദൈവത്തിന്റെ മുമ്പിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. കുടുംബജീവിതം തുടങ്ങി അത് തുടരവേ നമ്മുടെ ജീവിതം കഴിഞ്ഞാലും ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബമായി ഒരുമിച്ച് ആ കൃപയുടെ അവകാശികളായി തീരുന്നു എന്നുള്ളൊരു വലിയൊരു സത്യം നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു യന്ത്രം അല്ല നമ്മുടെ സഹോദരിമാർ എന്നുള്ള വസ്തുത, ഭാര്യമാർ എന്നുള്ള വസ്തുത ഉണ്ടായിരിക്കണം. അങ്ങനെ പോയാൽ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും, കുടുംബജീവിതത്തിലെ ആത്മീയ ജീവിതം തകരും, കപ്പൽ ഛേദം, കുടുംബ എന്ന കപ്പൽ തകർന്നു വീഴും. ഓൾവേസ് റിമെമ്പർ ഓണർ യുവർ വൈഫ്. എല്ലാ റെസ്പെക്റ്റിലും നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ സഹോദരിമാരായ നമ്മുടെ കുടുംബിനികളെ നമ്മൾ ഓണർ ചെയ്യുവാൻ മറക്കരുത്. രണ്ടാമത്തെ കാര്യം, എഫെസ് ലേഖനം 5-ാം അധ്യായം നമുക്ക് വളരെയധികം പരിചയമുള്ള ഒരു ഭാഗമാണ്. അതിന് 25-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. Give love. എങ്ങനെയാണ് ക്രിസ്തു സ്നേഹിച്ചത്? 26-ാമത്തെ വാക്യം: അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോട് മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് വായിക്കുന്നത്. ഭർത്താക്കന്മാർക്ക് മോഡൽ ക്രിസ്തുവാണ്. എല്ലാ ക്രിസ്തീയ ഭർത്താക്കന്മാരും എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടതിന് ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഔവണ്ണം തന്നെ 5-ാം അധ്യായം 28-ാം വാക്യം: ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് സെൽഫിഷ് മോഡ്, അല്ലെങ്കിൽ വിത്തൗട്ട് സെൽഫിഷ്നെസ് ആൻഡ് ഈഗോട്ടിസം, സ്വാർത്ഥതയും അഹംഭാവവും ഇല്ലാത്ത ഒരാറ്റിറ്റ്യൂഡ് ഭർത്താക്കന്മാർക്കുണ്ട്. പറഞ്ഞത് ഞാനും നിങ്ങളെല്ലാ സഹോദരന്മാരും ഒരു ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കും. സ്വാർത്ഥത ഒട്ടും പാടില്ല. പ്രത്യേകിച്ച് ഭാര്യയുടെ വിഷയത്തിൽ വരുമ്പോൾ അങ്ങോട്ടിങ്ങോട്ടും സ്വാർത്ഥതയുടെ ആവശ്യമേ ഇല്ല. അഹംഭാവം, ഞാനാണ് വലുത്, പാടില്ല. കണ്ടിട്ടേ മറക്കരുത്. ഇതെല്ലാം സ്നേഹത്തിൻ്റെ വരുമ്പോൾ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം അലിഞ്ഞു പോവുകയാണ്. സെൽഫിഷ്നെസ് കുടുംബത്തിൽ പാടില്ല. അങ്ങനെയുള്ള കുടുംബങ്ങൾ തകർന്നിരിക്കും. ഈഗോട്ടിസം, അഹംഭാവം, ആരാണ് വലുത്? ഞാനാണോ വലുത്? ഭാര്യയാണോ വലുത്? ഭർത്താവാണോ? അതുകൊണ്ട്
ഭാര്യമാരോട് പറഞ്ഞ് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ അഹംഭാവത്തിന്റെ യാതൊരു കാര്യമില്ല. ബിക്കോസ് യു ആർ വൺ. നിങ്ങളുടെ നന്മ അവരുടെ നന്മ, ഭർത്താവിന്റെ നന്മ ഭാര്യയുടെ നന്മയാ, ഭാര്യയുടെ നന്മ ഭർത്താവിന്റെ നന്മ. പിന്നെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഈഗോ ക്ലാഷ്? ഒറ്റ ഷിപ്പിലാണ് പൊക്കോണ്ടിരിക്കുന്നത്, ഒറ്റ ഡെസ്റ്റിനേഷനിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഒരു പർപ്പസേ ഉള്ളൂ അല്ലേ? പിന്നെ എന്തിനാ ഈഗോ? പിന്നെ എന്തിനാണ് ഈ സെൽഫിഷ്നെസ്? ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, പറയുന്നത് ഞാൻ ഉൾപ്പെടെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഒന്നുകൂടെ അത് ചിന്തിക്കണം. ഏതെങ്കിലും തരത്തിൽ സെൽഫിഷ്നെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുടുംബജീവിതത്തെ ശരിയായി ബാധിച്ചിട്ടില്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, നിങ്ങൾ ഏത് സ്ഥാനത്താണെന്ന് എനിക്കറിയത്തില്ല, കേൾക്കുമ്പോൾ ഒരു കറക്ഷൻ വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഈ സെൽഫിഷ്നെസ്സും ഈ ഈഗോട്ടിസം ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പോകുന്ന കപ്പലിൽ അതിൻ്റെ ഹോള് വീഴ്ത്തുകയാണ്, അതിൻ്റെ അകത്ത് വിള്ളലുണ്ടാക്കുകയാണ്. ഈ വിള്ളൽ വന്നു കഴിഞ്ഞാൽ വെള്ളം കയറും, ഇത് മുങ്ങും. അതുകൊണ്ട് വെള്ളം കയറുന്നതിന് മുമ്പ് ഈ ഹോളിനെ അടയ്ക്കൂ, സെൽഫിഷ്നെസ്സിനെ മാറ്റൂ, സ്വാർത്ഥതയെ മാറ്റൂ, അഹംഭാവത്തെ മാറ്റൂ. നിങ്ങൾ ഒന്നാണെന്നുള്ളൊരു ചിന്ത വരും. ഇതൊക്കെ കൊണ്ടിരുന്ന ആരാന്നറിയാം? വേറൊരു ശത്രു ഇരിപ്പുണ്ട്. ഇതിന്റെ വചനം പറയുന്നുണ്ട്, ശത്രുവായ പിശാച്. ഏതൻ തോട്ടത്തില് ശത്രു ആദ്യം കയറിയത് കുടുംബത്തിലാണ്. അവിടെ വിള്ളൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു, ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് മാറ്റുവാൻ ശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ അവസരത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ലവ് യുവർ വൈഫ്. സ്നേഹം വരുമ്പോൾ സെൽഫിഷ്നെസ്സും ഈഗോട്ടിസും അല്ലെങ്കിൽ സ്വാർത്ഥതയും അഹംഭാവവും ഒക്കെ മാറി യുണൈറ്റഡ് വൺ, ഇതെല്ലാം അലിഞ്ഞു പോകും. ആ വിള്ളലുകൾ അടയപ്പെടും, യാതൊരു സംശയമില്ല. അവിടെ തന്നെ ഭർത്താക്കന്മാരും 28-ാമത്തെ വാക്യം എഫെസ് ലേഖനം, തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. അപ്പൊ സ്നേഹമുള്ളൊരു കുടുംബം. ഒരുപക്ഷെ നിങ്ങൾ എന്നെ കേൾക്കുന്ന ഒരുപക്ഷെ നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിക്കുന്നവരായിരിക്കുക, നല്ലതുപോലെ, ചിലതുകൊണ്ട് വളരെ സാവകാശമായി പറഞ്ഞു, നല്ല സ്പിരിച്വൽ ലൈഫ് നടത്തുന്നവരായിരിക്കാം. നിങ്ങൾക്ക് പറയാം, ഒരുപക്ഷെ കർത്തൃവേലയിൽ ശക്തമായി നിൽക്കുന്നവരായിരിക്കാം. ഈ ഏരിയകളിൽ നിങ്ങൾക്ക് ഒരു മാനസാന്തരം ഉണ്ടെങ്കിൽ ഈ വചനത്തിനനുസരിച്ച് ഞാനും നിങ്ങളും ക്രമീകരിക്കപ്പെടേണ്ടതാണ്. പല സുവിശേഷ പ്രവർത്തനം ഞാൻ കേട്ടിട്ടുണ്ട്, ഭാര്യമാരെ തല്ലുന്ന സുവിശേഷരെ കേട്ടിട്ടുണ്ട്. പാടില്ല. എനിക്കറിയാവുന്ന പലരുണ്ട്. തെറ്റാണ്. അവരെ വിളിക്കുന്ന പേരിന് പോലും നമ്മളവരെ താഴ്ത്തിക്കെട്ടി വിളിക്കുവാൻ പാടില്ല. ബഹുമാനിക്കണം, സ്നേഹിക്കണം. മൂന്നാമത്തേത്, you should be faithful to your wife. ഒന്ന്, അവരെ ഓണർ ചെയ്യണം. രണ്ട്, അവരെ സ്നേഹിക്കണം. മൂന്ന്, you should be faithful to your wife. ഇതിനാധാരമായിട്ട് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായം. നമുക്കറിയാവുന്നൊരു വിഷയം. വേദപുസ്തകം പഴയ നിയമം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അന്നത്തെ യഹൂദന്മാർക്ക് വന്ന വലിയ പരാജയം. മലാക്കിയുടെ പ്രവചനം 2-ാം അധ്യായം 14-ാം വാക്യം. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു.
യഹോവ നിനക്കും നിന്റെ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ. ഇതിന്റെ ചരിത്രം പറയുവാനായിട്ട് ഞാനിന്ന് ആഗ്രഹിക്കുന്നില്ല. അതിന്റെ താഴത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. വിവാഹം തുടങ്ങുന്ന നിമിഷം മുതൽ ഇറ്റ്സ് എ കവനന്റ്. കവനന്റാണ്. മനുഷ്യന്റെ കോർട്ടിനേക്കാൾ വാലിഡ് ആയിട്ടുള്ള കോർട്ടാണ് ദൈവത്തിന്റെ സന്നിധി. ആ ദൈവസന്നിധിയിലെടുത്ത തീരുമാനം, കവനന്റ്, ശുശ്രൂഷ നടത്തിയ അതിന്റെ കാർമ്മികർ പറഞ്ഞു തരുന്ന വാക്കുകളോ, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നോ അവിടെ ആ ശുശ്രൂഷ നടത്തി കഴിയുമ്പോൾ അത് ദൈവവുമായിട്ടുള്ളൊരു, ദൈവത്തിന്റെ കൂടെയുള്ള ഒരു കവനന്റാണ്. ആ കവനന്റിനെ വിട്ടുമാറാനൊക്കത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. നിന്റെ ഈ അവസരമായപ്പോൾ യഹൂദന്മാർ പലരും തങ്ങളുടെ യൗവനത്തിലെ ഭാര്യമാരെ വിട്ടിട്ട് പലതരത്തിലുള്ള ദുർവഴികളിലേക്കും പോകുന്നതായി കാണുവാൻ കഴിയും. അവരെ ദൈവം പിടിക്കുക. ദൈവം പറയുക, നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യ സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് തന്നെ. പ്രിയമുള്ളവരെ, കുടുംബജീവിതത്തിന്റെ തുടക്കം ആ കവനന്റ് ഏറ്റുപറയുമ്പോൾ അതിന്റെ മധ്യത്തിൽ നിൽക്കുന്നത് യഹോവയാം ദൈവമാണ്. അവിശ്വസ്തത അവിടെ വരുമ്പോൾ ദൈവം ചോദിക്കുകയാണ്. അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ ഒക്കത്തില്ലെന്താ. ഇവിടെ ആളുകൾ അധർമ്മത്തിലേക്കും പാപത്തിന്റെ വഴിയിലേക്കും തന്റെ കുടുംബത്തിലുള്ള ഭാര്യമാരെ വിട്ടിട്ട്, കുടുംബങ്ങളിലുള്ള ഭാര്യമാരെ പ്ലൂറൽ വിട്ടിട്ട് അവർ പോകുമ്പോൾ ദൈവം ചോദിക്കുകയാണ്, എന്നാൽ നിങ്ങൾ ഇതെന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്ക് മധ്യയെ സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് തന്നെ. ആ ഒരു വേർഡ് ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, യഹോവ സാക്ഷിയാണ്. കുടുംബജീവിതത്തെ വാച്ച് ചെയ്യുന്നൊരു യഹോവ തുടക്കം മുതൽ ഓരോ സ്റ്റെപ്പുകളും എടുക്കുമ്പോഴും വാച്ച് ചെയ്യുന്ന ഒരു യഹോവ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വാച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭർത്താക്കന്മാരായ സഹോദരന്മാരെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള മെന്റൽ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകും. ബി ഫെയ്ത്ത്ഫുൾ ടു യുവർ വൈഫ്. കാരണം ഇതിന്റെ മധ്യത്തിൽ നിൽക്കുന്ന യഹോവയാണ്. ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞിട്ടേ അങ്ങോട്ട് ചെല്ലും. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ദൈവം കണക്ക് ചോദിക്കും. വിവാഹം കഴിച്ചതിന് ശേഷം എത്ര പരസ്ത്രീകളുമായി ബന്ധപ്പെടാൻ പോയി, ദൈവം ചോദിക്കും. പിന്നെ അവിടെ ഈ രക്തത്താൽ ജയമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ഒക്കത്തില്ല സഹോദരങ്ങളെ. യു ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ ഇൻ യുവർ ഫാമിലി. വളരെ ഗൗരവമായൊരു വിഷയം. പലതരത്തിലുള്ള ദുർവഴികളിൽ പോയിട്ട് കുടുംബം തകർന്നു പോയ പലരെയും നന്നായിട്ട് നമുക്കറിയാം. യു ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ. യൗവനത്തിലെ ഭാര്യ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, തൊലി ചുളുങ്ങുമായിരിക്കും, ത്വക്ക് ചുളുങ്ങുമായിരിക്കാം, ആരോഗ്യവും ചുറുചുറുക്കും നഷ്ടപ്പെടുമ്പോഴും യു ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ ഇൻ യുവർ വൈഫ്. യഹോവ മധ്യത്തിലെ വിറ്റ്നസ്, യഹോവയുടെ മുമ്പാകെ എടുത്തിരിക്കുന്ന തീരുമാനം.
മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ, ബി ഫെയ്ത്ത്ഫുൾ. ഇത് നിമിത്തം അവർ എങ്ങനെയായി തീർന്നു? തന്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നുവെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. 16-ാമത്തെ വാക്യം, 16-ാം വാക്യം, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ഡൈവേഴ്സ് യഹോവ വെറുക്കുന്നു. ഇന്നത്തെ കാലത്ത് കോർട്ട് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു, പിന്നെ എൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. ദൈവം വെറുക്കുന്നത് നിങ്ങളെ. ഞാനതൊരു പരിഹാരം കൂടെ പറയട്ടെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാം, പറഞ്ഞു തീർക്കണം, പ്രാർത്ഥിക്കണം. ബിക്കോസ് യു ആർ വൺ. മരണപര്യന്തമാണ് റിലേഷൻഷിപ്പ്. നിത്യത ചെന്നാലും നിങ്ങൾ ഒരുമിച്ച് ജോയിൻ ഹേഴ്സ്. ക്രിസ്തുരൂപിലാണും പുരുഷനും സ്ത്രീയൊന്നും വ്യത്യാസമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളൊന്നുകൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. സമ്പുഷ്ടമായ സന്തോഷകരമായ ഒരു കുടുംബത്തിന് എന്താണൊക്കെ ഇൻഗ്രീഡിയൻസ്? ഓണർ ചെയ്യുന്നൊരു ഭർത്താവ്, സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്, ഫെയ്ത്ത്ഫുള്ളായ ഒരു ഭർത്താവ്, തന്നെത്താൻ സബ്മിഷൻ നടത്തുന്നൊരു ഭാര്യ, ഈക്വൽസ് ഹെവൻ. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, പാസ്റ്റർ ഞാൻ അങ്ങനെയൊന്നും പല സ്ത്രീകളുമായിട്ടൊന്നും പോകുന്നില്ല, ഐ എം സോ ഫെയ്ത്ത്ഫുൾ എന്ന് ഒരു പക്ഷേ നിങ്ങൾ പറയുമായിരിക്കും. വാട്ട് അബൌട്ട് നമ്മുടെ ഫോണിൻ്റെ അകത്ത് വരുന്ന പിക്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, രഹസ്യത്തില് നമ്മൾ പല വീഡിയോകളും കാണുവാനുള്ള സാഹവാസം ഇപ്പൊ കയ്യിലല്ലേ എല്ലാം വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് അല്പമെങ്കിലും രസമുണ്ടോ? അങ്ങനെയെങ്കിൽ ക്രിസ്തു പറഞ്ഞ വചനം നിങ്ങൾ തെറ്റിച്ചു. ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു. പ്രോൺ വീഡിയോസും ഫോണോഗ്രാഫിയും നമ്മുടെ കൈകളിൽ തന്നെ നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കുന്നൊരു കാലഘട്ടത്തിൽ സ്വന്തം ഭാര്യയെ മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യുവാൻ സാവകാശമുള്ളൂ. ദൈവം അത് മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ. അല്ലാതെ കാണുന്നതെല്ലാം ഫിസിക്കലി നമ്മൾ ഇൻവോൾവ് അല്ലെങ്കിലും ക്രിസ്തുവിന്റെ സുവിശേഷ പ്രകാരം, ഗിരിപ്രഭാഷണ പ്രകാരം അതും വ്യഭിചാരമാണ്, അതും പാപമാണ്. ആ പാപം ചെയ്യുന്ന വ്യക്തിയും നിത്യ നരകത്തിന് അവകാശമാണ്. അതൊരു വലിയൊരു അഡിക്ഷനാണ് പോണോഗ്രാഫി. അഡിക്ഷനിൽ നിന്നും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നും മാറണം. അതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവവചനം പാരായണം ചെയ്യണം, ആ പോണോഗ്രാഫിയിൽ നിന്നൊരു വിടുതൽ തരണം. കാരണം ഈ തന്നിരിക്കുന്ന ഈ എക്യുപ്മെന്റ് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതേ ടേസ്റ്റിലുള്ള സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ പോണോഗ്രാഫി ആണെങ്കിൽ അത് തന്നെ വന്നുകൊണ്ടിരിക്കും, സ്പോർട്സ് ആണെങ്കിൽ അത് വന്നുകൊണ്ടിരിക്കുക. എൻ്റെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഇപ്പോഴത്തെ എന്തായി, രണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയമായ ഇലക്ഷൻ എന്തായി. ഇത് രണ്ടുമായിരിക്കും പെട്ടെന്ന് വരുന്നത്. കാരണം ഞാനത് മാത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ടെംപ്റ്റേഷൻ നമ്മുടെ കരങ്ങളിൽ വെച്ചിട്ട് നടക്കുക. പ്രിയമുള്ള സഹോദര, ആരും കാണാതെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവം നിന്നെ കാണുന്നുണ്ട്. യു ആർ ഡൂയിങ് അഡൽട്ടറി. ഇതിൽ നിന്നൊരു മോചനം വേണം. ഇതൊരു അഡിക്ഷനാണ്. ഇതിലൊരു മോചനം വേണം. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. യേശുവിന്റെ രക്തത്തിൽ നിങ്ങളെ തന്നെ എഴുതുക. ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര വിശ്വാസിയാണെന്ന് പറഞ്ഞാലും, ഏത് ചർച്ചിൽ നിങ്ങൾ പോകുമെന്ന് പറഞ്ഞാലും,
നിങ്ങൾ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. നിങ്ങളുടെ അവസാനം നിത്യ നരകമായിരിക്കും. പോണോഗ്രാഫി ലീഡ്സ് ടു ഹെൽ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുവാൻ നേരമായിരിക്കും. ഓണർ പ്ലസ് ലവ് പ്ലസ് ഫെയ്ത്ത് പ്ലസ് സബ്മിഷൻ ഫ്രം വൈഫ് ഈക്വൽസ് ഹെവൻ. ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, വിശ്വസ്തനായ ഒരു ഭർത്താവും സബ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഭാര്യയും ഒരു സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വരുന്നൊരു കുടുംബത്തിൻ്റെ ഉടമസ്ഥ അവർക്ക് ദൈവം കൊടുക്കും. ഇത് നേരെ തിരിച്ചാണെങ്കിൽ നമുക്കറിയാം, ബഹുമാനിക്കാത്ത, സ്നേഹിക്കാത്ത, അവിശ്വസ്തതയുള്ള, സബ്മിറ്റ് ചെയ്യാത്ത ഒരു ഭാര്യയുള്ളൊരു കുടുംബമാണെങ്കിൽ ഈക്വൽസ് ഹെൽ ഇൻ എർത്ത്. സന്തുഷ്ടകരമായ ഒരു കുടുംബം നമുക്ക് നയിക്കാം. അന്യോന്യം സ്നേഹിക്കാം, അന്യോന്യം ബഹുമാനിക്കാം, അന്യോന്യം വിശ്വസ്തയോടുകൂടി നമുക്ക് നിൽക്കാം. സഹോദരിമാർ, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ സബ്മിഷനിലൂടെ കർത്താവ് തന്ന ആഹിതം നമുക്ക് നിറവേറ്റാം. എല്ലാവർക്കും അനുഗ്രഹമായ ഒരു കുടുംബജീവിതത്തെ ആശംസിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കുമാറാക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കുടുംബജീവിതത്തിലുണ്ടെങ്കിൽ, ഒരു വല്ലാത്ത ടെർബുലൻസിൽ കൂടെ നിങ്ങളുടെ ജീവിതം കടന്നു പോവുകയാണെങ്കിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ലൈനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവരും അല്ല റെക്കോർഡിങ്ങിലൂടെ കേൾക്കാൻ പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ തന്നിരിക്കുന്ന വ്യവസ്ഥിതികൾ തെറ്റിക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുത്. കർത്താവേ, ഇന്ന് ഭർത്താക്കന്മാരോടാണല്ലോ നീ ഞങ്ങളോട് ഇടപെട്ടതിന് വചനത്തിലൂടെ ഇടപെട്ടത്. ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, വിശ്വസ്തരായ ഭർത്താക്കന്മാർ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകട്ടെ. ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ ഏതെങ്കിലും കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ കർത്താവേ, നീ തന്നെ ഇറങ്ങി വരണമേ. കാരണം വിവാഹം തുടങ്ങിയ ദിവസം മുതൽ സാക്ഷി അങ്ങാണ്. അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ഒരു തരത്തിലും കുടുംബം ഛിന്ന ഭിന്നമാകുവാൻ അനുവദിക്കരുത്. നീ അവരെ സഹായിക്കണമേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം കൊണ്ടും ആശ്വാസം കൊണ്ടും ദൈവത്തിന്റെ കൃപ കൊണ്ടും വരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിത്യതയിൽ ചെല്ലുമ്പോൾ നിന്റെ സന്നിധിയിൽ ഈ ഞങ്ങളുടെ വിഷയങ്ങൾക്ക് കണക്ക് കൊടുക്കേണ്ടതാണല്ലോ. ഞങ്ങൾ അവിശ്വസ്തരായാൽ, ഞങ്ങൾ ബഹുമാനിക്കാതിരുന്നാൽ, ഞങ്ങൾ സ്നേഹിക്കാതിരുന്നാൽ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കണക്ക് കൊടുക്കണമെന്നുള്ളൊരു ചിന്ത കൂടെ ഞങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉടലെടുക്കട്ടെ. ഇന്നത്തെ സെഷനെ നീ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ്.